Hi friends, welcome to Easy Handworks. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ്. ഈ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഹാൻഡ് എംബ്രോയിഡറി ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ നെക്കിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ ഈ ഡിസൈനും സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഡിസൈൻസ് അത് ഗ്രാനിറ്റോസ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഇവിടുന്ന് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ രണ്ട് വുളൻ ത്രെഡ്സ് ആണ്. ഇത് വുളൻ ത്രെഡ്സ് ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു തിക്ക് ലുക്ക് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സൂചി ഇവിടെ താഴത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലെങ്ത്തിലുള്ള സ്റ്റിച്ചാണ് വേണ്ടത് അത്രയും ലെങ്ത്തിൽ സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾ എത്ര ലെങ്ത്തിലുള്ള സ്റ്റിച്ചാണ് എടുത്തേക്കണേ അതിൻ്റെ നടുവിൽ കൂടെ സൂചി മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ലൈനുമേ കൂടെ കൊണ്ടുവരണം. ഈ ഔട്ട് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ലൈൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ലൈൻമേ ആയിരിക്കണം നമ്മൾ സ്റ്റിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ സൂചി അടുക്കി കൊണ്ടുപോയി എന്നിട്ട് നടുക്കി കൂടെ ലൈൻമേ കൂടെ തന്നെ സൂചി മുകളിലേക്ക് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. അത് കഴിഞ്ഞ് നൂലിങ്ങനെ വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങി നമ്മുടെ നേരത്തെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും ലെങ്ത്തിൽ തന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നടുവിൽ കൂടെ ആ സ്റ്റിച്ചിൻ്റെ നടുവിൽ കൂടെ മേളിൽ കൊണ്ടുവരാം. ലൈനുമേ കൂടെ ആവണം മേളിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. ഇത്രയേ ഉള്ളൂ സ്റ്റെം സ്റ്റിച്ച്. ഇതുപോലെ ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു ലുക്കാണ്. ഇത് അവസാനത്തെ സ്റ്റിച്ചാണ്. ഇവിടെ ഒരു എത്തി കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിക്കേണ്ടത് ഇവിടേക്ക് താഴത്തേക്ക് കൊണ്ടുപോയാൽ മതി. എന്നിട്ട് അടിയിൽ നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ കർവ്ഡ് ആയിട്ടുള്ള ഡിസൈന് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് തന്നെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. പടിയിൽ നിന്ന് സൂചി കൊണ്ടുവരാം. ഈ കർവ് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്ക് ആ വളവുകൾ ശരിക്കും ഭംഗിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഇത് കർവ് ആയതുകൊണ്ട് നമുക്കത് ഇപ്പുറത്തോട്ട് എടുത്തിട്ട് അവസാനിപ്പിക്കാം.
അതുപോലെ തന്നെ ഈ കർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചി ഈ നടുക്ക് കൂടെ മേളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നൂല് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് നടുവിൽ കൂടെ മേളിലേക്ക് കൊണ്ടുവരാം. എത്തി കഴിയുമ്പോൾ ഈ കർവ് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നൂല് ഇപ്പുറത്തോട്ടിട്ട് സൂചി ഇവിടെ താഴത്തേക്ക് കൊണ്ടുപോയി അവസാനിപ്പിക്കാം. ഇനി പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇതുപോലെ തന്നെ ഇതിനകത്തുള്ള മറ്റുള്ള എല്ലാ ഡിസൈൻസും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു. ഈ കർവ്സ് എല്ലാം സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ കാണുന്ന കർവുകളെല്ലാം, അതുപോലെ ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്ന ഫില്ലിംഗ് ഒക്കെ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഔട്ട്ലൈൻ, ഈ പുറത്ത് കാണുന്ന ഔട്ട്ലൈൻ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം മാത്രം ഇനി ചെയ്യാനുള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ നടുവിലായിട്ട് ഒരു ലൈൻ സ്റ്റെം സ്റ്റിച്ച് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതിനോട് ഈ ലൈൻ ഓഫ് സ്റ്റെം സ്റ്റിച്ചിനോട് അടുപ്പിച്ച് തന്നെ തൊട്ടിപ്പുറത്ത് വേറൊരു ലൈൻ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ആ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് തൊട്ടിപ്പുറത്ത് കുറച്ച് താഴത്തായിട്ട് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഇത് തൊട്ടിപ്പുറത്ത് വേറൊരു ലൈൻ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തും 2 റോ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൂചി കൊണ്ടുവരാം. അപ്പോൾ ഇത് രണ്ടും ഇപ്പുറത്ത് ചെയ്തതും ഇതും ഏകദേശം ഒപ്പം നിൽക്കണം. ആ രീതിയിലെടുക്കാം. ഇനി നമുക്ക് ഇതിനെ പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ ചുറ്റുമുള്ള ഔട്ട്ലൈൻ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ സൂചി അടിയിൽ നിന്ന് മേളിലേക്ക് കൊണ്ടുവരാം.
അങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യുക ബാക്കിൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചുറ്റുമുള്ള ഈ ഡിസൈൻസാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാനിറ്റോസ് എന്ന് പറഞ്ഞ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. ഈ നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 പാർട്ടായിട്ടാണ്, 2 വീഡിയോസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതതിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് പാർട്ട് 2ൽ കാണാം. പാർട്ട് 2ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ വീഡിയോയിലും ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ പാർട്ട് 2 കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് പാർട്ട് 2 കൂടെ കാണണം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.